നമ്മൾ ഇനി എത്തുന്നത് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ ഒരു യാത്രയുടെ കാഴ്ചയിലേക്കാണ്. കാരണം ഈ ദുരന്തമുഖത്തെ തിരച്ചിൽ ദൗത്യത്തിന് ശേഷം തിരികെ എത്തിയ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സൈനിക അംഗങ്ങൾക്ക് പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയത്. വന്ദേ മാതരം മുഴക്കിയായിരുന്നു സഹപ്രവർത്തകരെ ക്യാമ്പിലേക്ക് സ്വീകരിച്ചതുപോലും. വയനാടിനെ ചേർത്തുപിടിച്ച ഭാരതത്തിന്റെ സൈന്യം ദൗത്യം പൂർത്തീകരിച്ചാണ് അവരുടെ ക്യാമ്പിലേക്ക് പാങ്ങോടേക്ക് എത്തുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് പാങ്ങോട് ക്യാമ്പിലേക്ക് അവരുടെ സഹപ്രവർത്തകർക്കായി ഒരുക്കിയിരിക്കുന്നത്. പത്ത് ദിവസം നീണ്ടുനിന്ന ദുഷ്കരമായ തിരച്ചിൽ ദൗത്യം പൂർത്തിയാക്കിയാണ് സൈനികർ ഇന്നലെ വൈകിട്ട് മടങ്ങിയെത്തിയത്. 171 പേരടങ്ങുന്ന സംഘത്തിന് പാങ്ങോട് ക്യാമ്പിലെ സഹപ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഇടപ്പഴഞ്ഞു മുതൽ ക്യാമ്പ് വരെ സഹപ്രവർത്തകരെ സ്വീകരിക്കാൻ സൈനികർ റോഡിന് ഇരുവശങ്ങളിലും അണിനിരന്നു. കുളച്ചൽ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇറങ്ങിയ സൈനികരെ ക്യാമ്പിലേക്ക് വന്ദേമാതര വിളിയോടെയാണ് ആനയിച്ചത്. വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും ജനങ്ങൾ സൈനികർക്ക് സ്നേഹാദരവർപ്പിച്ചു. ക്യാപ്റ്റൻ തുഷാർ, ക്യാപ്റ്റൻ സൗരഭ് എന്നിവരുടെ സംഘമാണ് പാങ്ങോട് നിന്നും വയനാട്ടിലെത്തിയത്. ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിലും റോഡ് മാർഗവുമാണ് സൈന്യം തിരുവനന്തപുരത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിനായി പോയത്. പാങ്ങോട് ക്യാമ്പിലെ 12 സൈനികർ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ്. ഒരു നാടിന്റെ മുഴുവൻ സ്നേഹം ചേർത്തു വച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ കാവലാളായ ഈ സൈന്യം അവരുടെ ക്യാമ്പിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിജു സായിക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. ആവേശം മുഴുവൻ ഉണ്ട് അഖിലിന്റെ വാക്കുകളിൽ. തീർച്ചയായും ഈ ബിഗ് സല്യൂട്ട് എത്ര നൽകിയാലും മതി വരില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രളയം മുതൽ ഈ ആവർത്തിച്ച് നന്ദി അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം കേരളത്തിന് പ്രത്യേകിച്ചും ഈ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ അത് കയ്യും മെയ്യും മറന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നത്. അല്ല, കേരളം ഓർത്തോർത്ത് നന്ദി പറയണം, സല്യൂട്ട് ചെയ്യണം. കാരണം ഏറ്റവും അധികം ആക്ഷേപം ഇന്ത്യൻ ആർമിക്ക് നേരെ, സൈന്യത്തിന് നേരെ, സൈനികർക്ക് നേരെ രാഷ്ട്രീയ വിരോധം വെച്ച് പോലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടുള്ള രാഷ്ട്രീയ വിരോധം പോലും തീർക്കുന്നത് സൈനികർക്കെതിരായ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട്. അത് ഒരു വ്യത്യാസമില്ല. ഉന്നത നേതാക്കൾ തുടങ്ങി താഴേക്കുള്ളവർ വരെ എന്തൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളോടും ഒക്കെ പറയുന്നത്. പക്ഷെ ഒരു ദുരന്തം വരുമ്പോൾ, നിലവിളിക്കുമ്പോൾ ആദ്യം ദൈവത്തെയും പിന്നെ സൈന്യത്തെയാണ് വിളിക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ചടങ്ങ്.